ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രേസി ഗേൾസ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ നാളായി കേട്ടോ. വീഡിയോസ് എനിക്ക് സത്യം പറഞ്ഞാൽ എടുക്കാൻ ഭയങ്കര മടിയാണ്. മടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടി കേട്ടോ. സത്യം പറഞ്ഞാൽ അതാണ് ഈ ഷോർട്സ് ഇട്ട് അങ്ങ് പോകുന്നതിൻ്റെ കാര്യം. അപ്പം ഇനിയിപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളുകൊണ്ട് വാങ്ങിക്കണോ വേണ്ടയോ എന്നും ഇങ്ങനെ വിചാരിച്ച് ആഗ്രഹിച്ച് കൊതിച്ചിരുന്ന് ഒരു 3-4 സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു. അപ്പം വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പേ ഞാനിപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 1.5 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിനോടകം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടതുണ്ടായിരുന്നു. ഞാനപ്പോൾ അതൊന്നും വാങ്ങിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മുന്നോട്ട് സപ്പോർട്ട് എത്ര കിട്ടും എന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്തതിന് ശേഷം വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് അങ്ങനെ തള്ളി നീക്കിക്കൊണ്ട് പോയി. ഫൈനലി ഇപ്പോൾ അതിനുള്ളൊരു ടൈം ആയിട്ടുണ്ട്. എനിക്കത് വാങ്ങാതിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും അത് വാങ്ങിച്ചു. അപ്പം ഞാനിപ്പം യൂട്യൂബ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി. അപ്പം അത്യാവശ്യം ഫോളോവേഴ്സും ഒക്കെ കയറുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സും ഒക്കെ കയറുന്നുണ്ട്. ഒത്തിരി ഒന്നും അല്ലെങ്കിലും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും പുതിയ ആൾക്കാർ വരണം, അതുകൊണ്ട് കേട്ടോ. അപ്പം എന്താ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിലെ തന്നെ ഞാൻ വാങ്ങിയത് നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ട് ഒരു മൈക്ക് വാങ്ങി. മൈക്ക് നമ്മുടെ ഹോളി ലാൻഡിൻ്റെ മൈക്കാണ് കേട്ടോ വാങ്ങിയത്. അപ്പം മൈക്ക് ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട്. അത് ഭയങ്കര കോസ്റ്റ് കുറഞ്ഞൊരു 900 ആ റേഞ്ചിലൊക്കെ വരുന്ന ഒരു മൈക്കാണ്. അതിന് വലിയ പ്രയോജനങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് സൗണ്ട് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പം ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, പിന്നെ ലൈറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വീഡിയോസിനെന്ന് എനിക്കറിയാം. അപ്പം എല്ലാം കൂടെ കണക്ക് കൂട്ടിയാണ് ഞാനിപ്പോൾ ഇതെന്തായാലും ഇതങ്ങ് വാങ്ങിയേക്കാമെന്ന് വിചാരിച്ചത്. കാരണം വീഡിയോസ് നമ്മൾ വരുന്ന അനുസരിച്ച് നമ്മൾ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്ത് വേണമല്ലോ കൊണ്ടുവരാൻ. ഡൗണായി പോയാൽ നമ്മുടെ ഇത്രയും നാളും കെട്ടിപ്പൊക്കിയതെല്ലാം ഇടിഞ്ഞ് താഴെ പോവുമല്ലോ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ എന്തായാലും ഒരു മൈക്ക് വാങ്ങിച്ചു. മൈക്ക് ഹോളി ലാൻഡിൻ്റെ മൈക്കാണ് കേട്ടോ വാങ്ങിച്ചത്. ബട്ടൺ മൈക്കാണ്, നല്ലതാണ്, കുറേ ഫീച്ചേഴ്സൊക്കെ ഉള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളും ഒന്നും വരത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെ എന്തായാലും ഞാനൊരു മൈക്ക് അങ്ങ് വാങ്ങി. പിന്നെ മെയിനായിട്ട് ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് വീഡിയോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ മിക്കവാറും അങ്ങ് ഒഴിഞ്ഞു മാറും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാനതങ്ങ് ഒഴിവാക്കാറുണ്ട്. ട്രാവൽ ചെയ്തപ്പോൾ നമ്മൾ ടൂർ പോയ വീഡിയോസ് തന്നെ ആകെ 2 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ളതൊക്കെ എടുക്കുമ്പോൾ അതിനകത്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോയ്സും ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം വന്ന് കിടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഇടും എന്നുള്ള ഒരു മടി, അതുകൊണ്ട് ഞാനതങ്ങനെ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. എന്തായാലും ഞാൻ ഇടും കേട്ടോ. അതിനകത്തൊക്കെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്, നമുക്ക് എപ്പോഴേലുമൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും മൈക്ക് ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ച സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡേ. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിച്ച സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിംഗ് ലൈറ്റ്. ഇതും എനിക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സാധനമായിരുന്നു. കാരണം നമ്മൾ ട്രാൻസിഷൻ വീഡിയോസോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പം ഭയങ്കര റൂമിലൊന്നും വെട്ടമെന്ന് പറഞ്ഞ സാധനമേ ഉണ്ടാവില്ല. ലൈറ്റൊക്കെ 2-3 ഒക്കെ ഇട്ടാലും വെട്ടം ഉണ്ടാവാറേ ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു റിംഗ് ലൈറ്റ് വാങ്ങി. ഇനിയിപ്പോൾ ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ ഒക്കെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ട്രാൻസിഷനോ എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ വെട്ടം മസ്റ്റാണ്. വെട്ടമില്ലെന്നുണ്ടെങ്കിൽ അത് സെറ്റാവില്ല. അപ്പോൾ അതുകൊണ്ട് റിംഗ് ലൈറ്റ് ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഞാൻ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത് ഇതുവരെ ഞാൻ ഈ വീഡിയോസിനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സാധനങ്ങളും ഞാൻ വാങ്ങിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫോൺ വാങ്ങി കേട്ടോ. ഫോൺ എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ഫോണിന് ഒട്ടും സ്റ്റോറേജ് ഒന്നും നിൽക്കാത്തത് കൊണ്ട് ഞാൻ പുതിയ ഫോൺ ഒരെണ്ണം വാങ്ങിച്ചു വീഡിയോയ്ക്ക് വേണ്ടി. പിന്നെ വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് വീഡിയോസിനായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചത്. അപ്പം റിംഗ് ലൈറ്റായി, നമ്മുടെ മൈക്കായി. പിന്നെ ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ വീടിനകത്ത് ഭയങ്കര വെട്ടക്കുറവാണ്. അപ്പം എന്തായാലും ഈ റിംഗ് ലൈറ്റിൽ ഒതുങ്ങത്തില്ല. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല ലൈറ്റിങ് കിട്ടുന്ന രീതിയിലുള്ള വലിയൊരു ലൈറ്റ് വാങ്ങിച്ചു.
അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ ഒരു സ്റ്റാൻഡിലായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡ് കൊണ്ട് എത്രയെന്ന് വെച്ചാൽ അവിടെ ഇവിടെ എല്ലാം മാറ്റി തിരിച്ചുമൊക്കെ വെക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഓർത്തു 2 സ്റ്റാൻഡ് വാങ്ങിക്കുക. അപ്പോൾ എന്തായാലും ഒരു സ്റ്റാൻഡ് കൂടെ വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം അത് മിനി വ്ലോഗൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അപ്പുറം ഇപ്പുറം ഒക്കെ മാറ്റിയൊക്കെ വെച്ച് 2 ഫോണിലൊക്കെ വെച്ച് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് എന്തായാലും ഒരു സ്റ്റാൻഡ് കൂടെ, എന്തായാലും സ്റ്റാൻഡ് വാങ്ങണം റിംഗ് ലൈറ്റിന്. അപ്പം എല്ലാം കൂടെ കണക്കൂട്ടി ഒരു സ്റ്റാൻഡും കൂടെ വാങ്ങിച്ചു. അപ്പം ഒരു സ്റ്റാൻഡ്, 2 ലൈറ്റ്, ഒരു മൈക്ക്, ഇത്ര സാധനങ്ങളാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ആ ഇത് കാണിച്ചു തരാമേ. അപ്പോൾ ഇതാണ് ഞാൻ ഒരു ലൈറ്റ് എക്സ്ട്രാ വാങ്ങിയത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്ത് നോക്കുമായിരുന്നു. നല്ല സ്റ്റാൻഡും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡാണ്. അപ്പം ഇത് റിംഗ് ലൈറ്റ്, പിന്നെ നമ്മുടെ ഫ്ലാഷ് ഇങ്ങനത്തെ ലൈറ്റ്, ഇതാണ് സംഭവം. പിന്നെ ഒരു സ്റ്റാൻഡ്, പിന്നെ നമ്മുടെ മൈക്ക്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് വാങ്ങിച്ചത്. അപ്പം ഞാൻ എന്തായാലും ഇത് പൊട്ടിച്ചപ്പോൾ ഞാൻ ഓർത്തുന്ന നിങ്ങളുടെ അടുത്തും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യണമല്ലോ. ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം ഷെയർ ചെയ്യണമല്ലോ. അപ്പം അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇത്ര സാധനങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇതൊന്നും വാങ്ങിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വാങ്ങിക്കേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ വന്നു, അതുകൊണ്ട് ഞാനങ്ങ് വാങ്ങിച്ചു. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഭാവിയിൽ ഇത് യൂസ് ചെയ്യാമല്ലോ എന്നും കൂടെ വിചാരിച്ചാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് എങ്ങനെയാണ് സന്തോഷം പറഞ്ഞറിയിക്കുക എന്നറിയാം. ഇത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത്ര സന്തോഷപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുമായിരിക്കും പലരും. പക്ഷേ എനിക്കിതൊക്കെ ഭയങ്കര ചെറിയ കുഞ്ഞു കാര്യങ്ങൾ പോലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്തൊക്കെയായാലും ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ജസ്റ്റ് ഇതൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പിള്ളേരില്ല, പിള്ളേരൊക്കെ സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചെടുത്താണ്. പക്ഷേ എനിക്ക് മൈക്ക് ഞാൻ നോക്കിയിട്ട് എനിക്ക് നമ്മൾ സെറ്റാവുന്നില്ല. ഇനിയിപ്പോൾ അതൊന്നും കൂടെ ഒന്ന് നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പം എല്ലാവർക്കും എൻ്റെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ഞാൻ മൈക്ക് ഞാൻ മൈജിന്നാണ് വാങ്ങിച്ചത്. ബാക്കി 3 സാധനങ്ങളും ഞാൻ വേറൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്തവരുണ്ടെങ്കിൽ ഇനി എന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനിയും മറ്റൊന്നിടത്തോളം നല്ല വീഡിയോസായിട്ട് വരാൻ ശ്രമിക്കാം. വീഡിയോസ് കൂടുതൽ ഇടാനും ശ്രമിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.